കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യണേ, അതേപോലെ അതിലേക്ക് എങ്ങനെയാണ് കണക്ട് ചെയ്യണേ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നോക്കിയത്. ഈ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ഡാറ്റാബേസിനകത്ത് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യണേ എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ SQLite ഡാറ്റാബേസിൻ്റെ അകത്ത് ഒരു മെത്തേഡ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ മെത്തേഡിൻ്റെ പേരെന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ട് SQL എന്നാണ്. പ്രൊനൗൺസ് ചെയ്യുമ്പോൾ എക്സിക്യൂട്ട് SQL എന്നാണ് പറയുന്നതെങ്കിലും അതിനെ നമ്മൾ എഴുതുമ്പോൾ EXEC എന്നാണ് ആ മെത്തേഡിനെ നമ്മൾ പ്രോഗ്രാമിലൊക്കെ എഴുതുന്നത്. ഈ ഒരു മെത്തേഡിൻ്റെ അകത്ത് നമുക്കൊരു സ്ട്രിങ് പാസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതെന്താണെന്ന് വെച്ചാൽ ഒരു ഡാറ്റയും റിട്ടേൺ ചെയ്യാത്ത സിംഗിളായിട്ടുള്ള ഒരു SQL സ്റ്റേറ്റ്മെൻ്റ് ആണ് നമുക്ക് ഈ മെത്തേഡിലേക്ക് പാസ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത്. അതിന് എക്സാമ്പിളായിട്ടുള്ളത് നമ്മുടെ ഈ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്, അതൊരു സിംഗിൾ SQL സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതേപോലെ ക്രിയേറ്റ് ടേബിളിൻ്റെ ആ ഒരു ക്വറി ഒന്നും തന്നെ റിട്ടേൺ ചെയ്യുന്നില്ല. സിമിലറായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ടേബിളിൻ്റെ കോളം അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾട്ടർ കമാൻഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ ആൾട്ടർ കമാൻഡ് യൂസ് ചെയ്യുമ്പോൾ ഈ ഒരു മെത്തേഡിൻ്റെ അകത്താണ് നമ്മളത് പാസ് ചെയ്ത് കൊടുക്കേണ്ടത്. അതേപോലെ ഒരു ടേബിൾ ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഡ്രോപ്പിൻ്റെ കമാൻഡാണ് അല്ലെങ്കിൽ ഡ്രോപ്പിൻ്റെ ഒരു SQL ക്വറിയാണ് നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ടെങ്കിൽ അത് ഈ എക്സിക്യൂട്ട് SQL എന്ന് പറയുന്ന മെത്തേഡിൻ്റെ അകത്താണ് പാസ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതിൽ ഈ പറയുന്ന ക്രിയേറ്റ് ടേബിളിൻ്റെ കമാൻഡും കാര്യങ്ങളൊക്കെ അത് നിങ്ങൾ സെക്കൻഡ് സെമ്മിൽ DBMS പഠിച്ചിട്ടുണ്ട്. തിയറിയും പ്രാക്ടിക്കലൊക്കെ നിങ്ങൾ ചെയ്തതാണ്. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ഞാൻ വേറെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇനി അടുത്തതായിട്ട് വരുന്ന ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന എക്സിക്യൂട്ട് SQL എന്ന് പറയുന്ന മെത്തേഡ് അതെവിടെയാണ് കോൾ ചെയ്യേണ്ടത് എന്നുള്ളൊരു സംശയം പലർക്കും വരാം. അതിന് വേറെ കൺഫ്യൂഷൻസ് ഒന്നും വേണ്ട. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കോൾ ചെയ്യുന്ന ആ ഒരു മെത്തേഡ് ഉണ്ടല്ലോ, ഓപ്പൺ ഓർ ക്രിയേറ്റ് ഡാറ്റാബേസ് എന്നുള്ളത്, അത് കോൾ ചെയ്തതിന് തൊട്ട് താഴെയായിട്ട് നമുക്ക് ഈ എക്സിക്യൂട്ട് SQLൻ്റെ മെത്തേഡ് കോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ മെത്തേഡിൻ്റെ അകത്ത് ടേബിൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ക്വറി പാസ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നിങ്ങൾ ഈ പ്രോഗ്രാം ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഞാനൊരു ട്രൈ ക്യാച്ച് ബ്ലോക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച പ്രോഗ്രാമിൽ ഞാനത് ചെയ്തിട്ടുണ്ടായില്ല. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചാൽ നമ്മൾ SQLite ഇൻട്രാക്ട് ചെയ്യണ നേരത്ത് പലതരത്തിലുള്ള എറേഴ്സ് വരാൻ ചാൻസ് ഉണ്ട്. അതായത് ഒന്നില്ലെങ്കിൽ SQL ക്വറിയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അങ്ങനെ എറർ വരാൻ ചാൻസ് ഉണ്ട്. അതല്ല എങ്കിൽ SQLiteൽ നമ്മളുടെ SQL ക്വറി എക്സിക്യൂട്ട് ചെയ്യുന്ന നേരത്തെ എന്തെങ്കിലും എററോ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അങ്ങനെ വരുന്ന സമയത്ത് ഈ ട്രൈ ക്യാച്ച് ബ്ലോക്ക് ഇല്ല എങ്കിൽ നമ്മുടെ പ്രോഗ്രാം പെട്ടെന്ന് അബോർട്ടായി പോവും. ഇത് നിങ്ങൾക്ക് ട്രൈ ക്യാച്ചിൻ്റെ ആ ഒരു വർക്കിങ്ങും കാര്യങ്ങളൊക്കെ 5th സെമ്മിൽ ജാവയിൽ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെ പറ്റിയിട്ട് പറയുന്നില്ല. എന്നിരുന്നാലും ഈ ട്രൈ ക്യാച്ച് പ്ലേസ് ചെയ്യുമ്പോൾ ഇതേപോലുള്ള എന്തെങ്കിലും എററോ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ പ്രോഗ്രാം ക്രാഷ് ആവാതെ തന്നെ നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഈ ഒരു എക്സാമ്പിൾ പ്രോഗ്രാമിലാണെങ്കിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ ട്രൈ ക്യാച്ച് യൂസ് ചെയ്തിട്ട് ക്യാച്ചിൻ്റെ പാർട്ടിൽ എറർ മെസ്സേജ് ഒരു ടോസ്റ്റ് മെസ്സേജായിട്ട് പ്രിൻ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ആ എറർ റിസോൾവ് ചെയ്യാനുള്ള ലോജിക്കും കാര്യങ്ങളൊക്കെ ക്യാച്ച് ബ്ലോക്കിൽ അത് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. ആകെ ഇതിൻ്റെ അകത്ത് പുതിയ 2 കാര്യങ്ങളെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ. എക്സിക്യൂട്ട് SQL എന്ന് പറയുന്ന മെത്തേഡ്, അതേപോലെ ട്രൈ ക്യാച്ചിൻ്റെ ആ ഒരു ബ്ലോക്ക്. ഇത് ട്രൈ ക്യാച്ചിൻ്റെ ബ്ലോക്ക് ഞാൻ എല്ലാ പ്രോഗ്രാംസിലും ഇൻക്ലൂഡ് ചെയ്യാനായിരിക്കുള്ളൂ കുറച്ചുകൂടി റെക്കമെൻഡ് ചെയ്യുക. കാരണം ഒട്ടുമിക്ക പുതിയ ടെക്സ്റ്റ് ബുക്കുകളിൽ ട്രൈ ക്യാച്ചിൻ്റെ ബ്ലോക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യത്തെ വീഡിയോയിൽ, അതായത് ഡാറ്റാബേസിൻ്റെ ആ വീഡിയോയിൽ പ്രോഗ്രാം എടുത്തത് നിങ്ങളുടെ ഒഫീഷ്യൽ ടെക്സ്റ്റിലെ പ്രോഗ്രാമായിരുന്നു. അതിനകത്ത് ട്രൈ ക്യാച്ചിൻ്റെ ബ്ലോക്ക് അവർ യൂസ് ചെയ്തിട്ടുണ്ടായില്ല. പക്ഷേ ഇതാണ് കറക്റ്റായിട്ടുള്ള മെത്തേഡ്.